കഴിഞ്ഞ ക്ലാസ്സിൽ ഓയിലർ കോഷി ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം എന്നതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിലുള്ള തുടർന്നുള്ള ക്വസ്റ്റ്യൻസ്. ഫൈൻഡ് ജനറൽ സൊല്യൂഷൻ. ഫൈൻഡ് general solutions of x square y double dash plus xy dash plus y equal to 0. നമുക്കറിയാം ഓയിലർ കോഷി ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് എ എക്സ് വൈ ഡാഷ് പ്ലസ് ബി വൈ ഈക്വൽ ടു 0. ഇതാണ് ഓയിലർ ഇക്വേഷൻ. ഓക്കെ, ജസ്റ്റ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ദാറ്റ് ഈസ് എ ഈക്വൽ ടു 1 ആൻഡ് ബി ഈക്വൽ ടു 1. അല്ലേ? therefore auxiliary equation, that is auxiliary equation is given by that is m square plus a minus 1 into m plus b equal to 0. That is m square plus a minus 1, that is 1 minus 1 into m plus next b, that is 1 equal to 0. That is m square equal to minus 1 എന്ന് കിട്ടും അല്ലേ? that is m equal to plus or minus I. that is ഇത് ഏത് ഫോമിലാണ്? that is 0 plus or minus I എന്ന ഫോമിലാണ് അല്ലേ? that is കോംപ്ലക്സ് റൂട്ട്. therefore ഏത് ഫോമിലാണ്? ആൽഫ plus or minus I ബീറ്റ. ഇവിടെ എന്താണ് ആൽഫ? where alpha equal to 0 and beta equal to 1. കോംപ്ലക്സ് റൂട്ട് ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു റൂട്ട്? ദാറ്റ് ഈസ് എന്താണ് സൊല്യൂഷൻ? y ഈക്വൽ ടു x റേസ് ടു ആൽഫ ഇൻറ്റു c1 കോസ് ബീറ്റ ലോഗ് x പ്ലസ് c2 സൈൻ ബീറ്റ ലോഗ് x. ഇതായിരുന്നു സൊല്യൂഷൻ അല്ലേ? therefore ഇവിടെ എങ്ങനെ വരും? ജനറൽ സൊല്യൂഷൻ y ഈക്വൽ ടു x പവർ 0 next into c1 cos beta log x, that is cos beta എന്താണ്? beta equal to 1 അല്ലേ? that is cos log x plus next c2 sin log x. ഏതാണ് x പവർ 0? that is 1. that is answer c1 cos log x plus c2 sin log x. ഓക്കെ, ഇതാണ് ജനറൽ സൊല്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ജനറൽ സൊല്യൂഷൻ. x d square plus d into y equal to 0. ഈ രീതിയിലും ഡിനോട്ട് ചെയ്യും. ദാറ്റ് ഈസ് d എന്ന് പറയുന്നത് d by dx എന്നാണ്. ഓക്കെ, എന്നാൽ d സ്ക്വയർ, ദാറ്റ് ഈസ് സെക്കൻഡ് ഡെറിവേറ്റീവ്, d സ്ക്വയർ ഡിവൈഡഡ് by dx സ്ക്വയർ. അപ്പോൾ dy പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? d by dx of phi, that is dy by dx. നെക്സ്റ്റ് എന്താണ് d സ്ക്വയർ y പറഞ്ഞു കഴിഞ്ഞാലോ? ദാറ്റ് ഈസ് d സ്ക്വയർ ബൈ dx സ്ക്വയർ. ഇവിടെ x സ്ക്വയർ ഉണ്ട്. d സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ d സ്ക്വയർ ഡിവൈഡ് ബൈ dx സ്ക്വയർ ഓഫ് y എന്ത് വരും? ദാറ്റ് ഈസ് d സ്ക്വയർ y ബൈ dx സ്ക്വയർ. ഈ നൊട്ടേഷൻ നമുക്ക് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിലും ടെക്സ്റ്റ് ബുക്കിലും കാണാറുണ്ട്. ദാറ്റ് ഈസ് 2-3 നൊട്ടേഷനാണ് ഡെറിവേറ്റീവ് നമ്മൾ ഉപയോഗിക്കുക. ഒന്ന് y ഡാഷ്, രണ്ടാമത്തെ dy by dx, മൂന്നാമത്തെ dy. ഇതും ഒരു സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ ആണ്, ഡെറിവേറ്റീവ് ഓഫ് y. ഓക്കെ, അപ്പോൾ ഇത് ഈ ഫോർമുല തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് എക്സ് ഡി സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഡി സ്ക്വയർ വൈ പ്ലസ് ഡി വൈ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഇതിനെ നിങ്ങൾക്ക് അറിയുന്ന ഫോമിലേക്ക് മാറ്റാം. എക്സ് ഡി സ്ക്വയർ വൈ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഡി സ്ക്വയർ വൈ അല്ലേ? ദാറ്റ് ഈസ് വൈ ഡബിൾ ഡാഷ്, ദാറ്റ് ഈസ് എക്സ് വൈ ഡബിൾ ഡാഷ് പ്ലസ് നെക്സ്റ്റ് വൈ ഡാഷ് അല്ലേ? ഡി വൈ പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഡാഷ് ഈക്വൽ ടു 0. നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ? എപ്പോഴും ഞാൻ പറഞ്ഞു y ഡാഷിന്റെ കൂടെ x സ്ക്വയർ വന്നേ പറ്റൂ.
വൈ ഡാഷിൻ്റെ വൈ ഡബിൾ ഡാഷിൻ്റെ കൂടെ എക്സ് സ്ക്വയർ വന്നേ പറ്റൂ, വൈ ഡാഷിൻ്റെ കൂടെ എക്സിൻ്റെ ടേം വന്നേ പറ്റൂ. അപ്പോൾ അത് സോൾവ് ചെയ്യണമെങ്കിൽ ഈ ഇക്വേഷനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? ഒരു എക്സ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി അല്ലേ. ദെർഫോർ എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് എക്സ് വൈ ഡാഷ് ഈക്വൽ ടു 0. Therefore, just compare ചെയ്തെങ്കിൽ എന്ത് വരും? എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് എ ഇൻറ്റു എക്സ് വൈ ഡാഷ് പ്ലസ് ബി വൈ ഈക്വൽ ടു 0. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ. ഓയിലർ ഫോമിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതാണ്. ജസ്റ്റ് കമ്പയർ ചെയ്തെങ്കിൽ എന്ത് വരും? ദാറ്റ് ഈസ് എ ഈക്വൽ ടു 1 ആൻഡ് ബി ഈക്വൽ ടു 0. ഓക്കെ, നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore, auxiliary equation m square plus a plus 1 into a minus 1, a plus 1 അല്ല, a minus 1, that is a minus 1 into em plus b equal to 0. Therefore m square plus 0m plus 0 equal to 0. Okay, therefore നമ്മുടെ ഇക്വേഷൻ എന്തായി? m square equal to 0 അല്ലേ. m square equal to 0, that is m into m ആണ് m square അല്ലേ. m square equal to 0. Therefore m equal to 0 and m equal to 0. ഏത് കേസാണ്? റിയൽ റൂട്ടാണ്, പക്ഷേ ഡിസ്റ്റിങ്ക്റ്റ് അല്ല, സെയിം റിപ്പീറ്റഡ് റിയൽ റൂട്ട്. റിപ്പീറ്റഡ് റിയൽ റൂട്ട് ആണെങ്കിൽ എങ്ങനെയായിരുന്നു? ദാറ്റ് ഈസ് y equal to c1x power 0 plus c2x power 0 into log x അല്ലേ. x പവർ m ആണ്, റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് തന്നെ എഴുതി അതിൻ്റെ കൂടെ log x കൊണ്ട് ഇൻറ്റു ചെയ്യും. എന്താണ് x പവർ 0? x പവർ 0 1 ആണ്, ഇവിടെയും x പവർ 0 1 ആണ്. therefore സൊല്യൂഷൻ എന്തായി? y equal to c1 plus c2 log x. okay, next question. Find the general solution. Find the general solution. 4x square d square plus 12xd plus 3 into y equal to 0. തൊട്ട് മുന്നത്തെ അതേ നൊട്ടേഷൻ. That is നമുക്ക് എന്ത് ചെയ്താൽ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ that is given that 4x square d square y plus 12x dy plus 3y equal to 0. എന്താണ് dy പറഞ്ഞു കഴിഞ്ഞാൽ y ഡാഷ് അല്ലേ. എന്താണ് d square y പറഞ്ഞു കഴിഞ്ഞാലോ that is y double dash, സെക്കൻഡ് ഡെറിവേറ്റീവ്. അതിലേക്ക് ആ നൊട്ടേഷനിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 4x square y double dash plus 12x y dash plus 3y equal to 0. ഓയിലർ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ഇതാണ് ഓയിലർ ഇക്വേഷൻ. ദാറ്റ് ഈസ് x square y double dash plus ax y dash plus by equal to 0. നിങ്ങൾ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫസ്റ്റ് ടേം എപ്പോഴും എന്തായിരിക്കും? x square y double dash ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയും എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് ആക്കണം. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക? ത്രൂ ഔട്ട് ഈ ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി? 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ദാറ്റ് ഈസ് ഇംപ്ലൈസ് എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് 12x y dash divided by 4 plus 3y divided by 4 equal to 0. 0 divided by 4 ഉണ്ട്, അത് 0 ആയി പോകും. ഓക്കെ, ദാറ്റ് ഇംപ്ലൈസ് x square y double dash plus next 3x y dash plus 3 divided by 4 y equal to 0. ഇപ്പോൾ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തായി? ഇൻ ടേംസ് ഓഫ് ഓയിലർ ഇക്വേഷനിലേക്ക് മാറി. ഓക്കെ, ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. therefore ഇവിടെ എന്താണ് ഓക്സിലറി ഇക്വേഷൻ? ദാറ്റ് ഈസ് ഓക്സിലറി ഇക്വേഷൻ m square plus a minus 1 into m plus by equal to 0. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും a equal to 3 and b equal to 3 by 4. therefore m square plus a, that is 3 minus 1 into m plus 3 by 4 equal to 0.
ഇവിടെ സോറി ഇവിടെ y ഇല്ല, y എന്ന ടേമില്ല, കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് m സ്ക്വയർ പ്ലസ് 2m പ്ലസ് 3/4 ഈക്വൽ ടു 0. വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ 4നെ ത്രൂ ഔട്ട് എന്ത് ചെയ്യാം, 4 കൊണ്ട് ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ 4 പോവും അല്ലേ. ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എന്ത് ചെയ്യാം, 4m സ്ക്വയർ പ്ലസ് 8m പ്ലസ് 3 ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്യണം അല്ലേ. ഇവിടെ സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, a എന്താണ് ഇവിടുത്തെ a ഈക്വൽ ടു 4, b ഈക്വൽ ടു 8 ആൻഡ് c ഈക്വൽ ടു 3 അല്ലേ. ദാറ്റ് ഈസ് മൈനസ് b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4 ഇൻറ്റു a ഇൻറ്റു c അല്ലേ. ദാറ്റ് ഈസ് 4 ഇൻറ്റു a എന്താണ്, a ഈക്വൽ ടു 4 ഇൻറ്റു c, ദാറ്റ്സ് ഈക്വൽ ടു 16. c എന്താണ്, c3 അല്ലേ. 16 ഇൻറ്റു 3 അല്ലേ. ദാറ്റ് ഈക്വൽ ടു എന്ത് വരും, 16 into c, that is 16 into c, that is 3, 8, that is 40, 58, I think 48, that is 48, 64 minus 48 divided by 2a, a എന്താണ് ഇവിടെ 4 ആയിരുന്നു, that is 8. okay, that equal to ഞാൻ കുറച്ച് ഭാഗം erase ചെയ്യാം. that equal to minus 8 plus or minus എന്താണ് 64 minus 48, 64 minus 48, that's equal to 16 root 16 divided by 8, that's equal to minus 8 plus or minus 4 divided by 8, that equal to minus 4 divided by minus 4 plus, so minus 8 plus 4, minus 4 divided by 8 comma minus 12 divided by 8, that equal to minus 1 by 2, next minus 3 divided by 2 ഇതാണ് ആൻസർ. therefore distinct root distinct real root, therefore general solution y equal to c1 x power minus 1 by 2 plus c2 x power minus 3 by 2. okay, next ഒരു ഹോംവർക്ക് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഫൈൻഡ് general solution of the x square d square minus 0.2 x into d plus 0.36 into y equal to 0. okay.